എന്തൊക്കെ എഴുതാനുണ്ട്? അയ്യോ അപ്പൊ തന്നെ കുറെ ആയി. ഇത്രയൊക്കെ സാധനങ്ങളാ? നീ എന്തൊക്കെയാ എഴുതിയേക്കുന്നേ? ബുക്ക്, ബാഗ്, കൊട, നെയിം സ്ലിപ്പ്, പിന്നെ പെൻസില്, ലഞ്ച് ബോക്സ്, പുതിയ ഷൂസ്, പിന്നെ പുതിയ ചെരുപ്പ്. കൊട എടി, നീ ബ്രൗൺ പേപ്പർ എഴുതിയിട്ടില്ല. അത് വിട്ടുപോയി ചേച്ചി, ഞാനിപ്പോൾ തന്നെ എഴുതിച്ചേക്കാം കേട്ടോ. എടി, പിന്നെ നമുക്ക് പുതിയ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും വേണം. അതും കൂടി അങ്ങോട്ട് എഴുത്. എഴുതാം. ചേച്ചി ഇതൊന്നും എഴുതിയിട്ടില്ലേ? മൊത്തം എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് അങ്ങോട്ട് ചോദിക്കാന്ന് വെച്ചോ? അത് ശരി, പാവല്ലേ, എന്തെങ്കിലും വിട്ടുപോയിട്ട് എനിക്ക് പറഞ്ഞു തരാന്ന് വെച്ചപ്പോൾ അവളുടെ അഹങ്കാരം. ഇല്ല ചേച്ചി, സോറി. ചേച്ചി, പിന്നെ ഉണ്ടല്ലോ, പുതിയൊരു നെയിം സ്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിലേ നമ്മുടെ ഫോട്ടോ വെച്ച് കിട്ടും. നീ അത് എവിടെ നിന്ന് കണ്ടു? ഞാനിന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടോ ചേച്ചി? ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തക്കം വരെ അച്ഛനോട് പറയാം. വേണ്ട, അതൊക്കെ തട്ടിപ്പായിരിക്കും. പോ ചേച്ചി, കാലത്തിനനുസരിച്ച് അങ്ങ് മാറ്. ഇപ്പൊ അതൊക്കെ ട്രെൻഡി. ശരി, നോക്കാം. ബാക്കി നീ എഴുത്. ആരിത്? വാസോ? നീയായിരുന്നു? എടാ, സ്കൂൾ ഉറപ്പല്ലേ? ലിസ്റ്റൊക്കെ ഇട്ട് വെക്കുമായിരുന്നു. ഇന്ന് പോയി വാങ്ങാന്ന് വെച്ചു. ശരി. ഞാൻ പോയിട്ട് വന്നതാ. നല്ല ഉഗ്ര സാധനങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് വാങ്ങിക്കോ, എല്ലാം തീർന്നു പോകും. അതെന്താണ് അത്ര തിരക്കാണോ? ഞാനും അമ്മൂമ്മയും കൂടി പോയിട്ട് ഞാൻ പിന്നെ അമ്മൂമ്മനെ കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയോ. അമ്മൂമ്മ നിന്നെ ആയിരിക്കും കണ്ടുപിടിച്ചത്. കാര്യം പെട്ടെന്ന് എഴുത്. കഴിഞ്ഞടാ. ഒരു സ്കെയിലും കൂടി അങ്ങോട്ട് എഴുതിയത് ഞാൻ വാങ്ങാൻ മറന്നുപോയി. ശരി, നിന്റെ പേര് വാസൊന്നല്ലേ, അല്ലാണ്ട് ഓസൊന്നല്ലല്ലോ. പാടി ആടന്ന് അങ്ങോട്ട് എഴുതി വെക്കങ്ങോട്ട്. ശരി. പിന്നെന്താ, രണ്ടാഴ്ച ഉണ്ടല്ലോ. രണ്ടാഴ്ച എന്താ പരിപാടി? ഞങ്ങൾ അമ്മ വീട്ടിൽ പോവാടാ, നാളെ പോ. അതേ വാസുമാനെ, അവിടെ ഉത്സവം. ഞങ്ങൾ രണ്ടാഴ്ച അടിച്ചു വിളിക്കും. ഒരു ഉത്സവം കണ്ടിട്ട് എത്ര നാളായി. പിന്നെ ഈ രണ്ടാഴ്ച ഞാൻ ബോറടിച്ചിരിക്കുവാണല്ലോ. എന്നാ നീ കൂടി വാടാ, നമുക്ക് അടിച്ചു പഠിക്കാം അവിടെ. അതിനിപ്പെന്താ, നീ വാ. എന്നാ ഞാൻ പോയി അമ്മൂമ്മേടും പപ്പേടും അമ്മയുടെ ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ട് വരാട്ടോ. വേണം, നാളെ പോകണ്ടോ രാവിലെ കേട്ടോ. നീ പെർമിഷൻ കിട്ടിയാ നീ ഇങ്ങോട്ട് പോരും. നമുക്ക് ഇവിടുന്ന് പോവാം. അതെ, നമുക്ക് ഇവിടുന്ന് പോവാം. അല്ലെങ്കിൽ നമുക്ക് വിളിച്ചു ചോദിച്ചാടാ. അത് വേണ്ട, എന്റെ സാധനങ്ങളൊക്കെ അവിടെ. രണ്ടാഴ്ചത്തെ സാധനങ്ങൾ എടുക്കണ്ടേ? ശരി, നീ പോയിട്ട് വേഗം വാ. ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ട് വരട്ടെ. കുറച്ചുകൂടി നേരം അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്റെ പോക്കറ്റ് കീറിയാൽ ഓട്ടോയ്ക്ക് വരെ ലോറി പിടിക്കേണ്ടി വന്നേ. തിരക്കല്ലേടാ, പാർക്കിംഗ് ഇല്ല. എന്തായാലും ഓട്ടോ പിടിച്ചത് നന്നായി. കുറച്ച് ദൂരേ ഉള്ളൂ. നമുക്ക് നടന്നു പോകാം ആന്റി. ഗ്രാമം ഭംഗിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നടന്നു പോവാം. മക്കളെ, കാല് വേദനിക്കും. സാരിയില്ല ആന്റി, ഞാൻ ആദ്യമായിട്ടില്ല ഇവിടെ വന്ന്. എനിക്കിതൊക്കെ കാണാമല്ലോ. പ്ലീസ് ആന്റി. ഈ ചറക്കൻ നടക്കണം. എന്നാ ശരി, നടക്കാം. കൊണ്ടുവരണ്ടായിരുന്നു. എന്ത് മനോഹരമായ കാഴ്ച. എന്ത് ഈ പുല്ലൊക്കെയോ? ആടി, ഈ ഗ്രാമഭംഗി മിസ്സായി പോയേനാ ഓട്ടോ പിടിച്ചിരുന്നെങ്കിൽ. പണ്ടേ വീട്ടിലെത്തായിരുന്നു. എന്ത് സൂപ്പർ വഴിയാ. അതേ വാസുമാനെ, ഇതുവഴി ആന്റി എന്നും സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ ഇതാണല്ലേ ആ കല്ലും മുള്ളും നിറഞ്ഞ വഴി. അന്നൊന്നും ഇതുപോലത്തെ വലിയ വഴിയല്ലായിരുന്നു, ഒരു ഇടുങ്ങിയ വഴിയായിരുന്നു. മുള്ളൊക്കെ നിറഞ്ഞത്. തുടങ്ങി. ദേ മക്കളെ, ഇതാ സുശീലയുടെ വീട്. അമ്മയുടെ കൂടെ പഠിച്ച അവളിവിടെ ഇല്ലടാ, കല്യാണം കഴിച്ചു പോയി. ഡാർക്ക്. അതായത് കുമാരൻ ചേട്ടന്റെ വീട്. കുമാരാ, അവിടെ തന്നെ ഉണ്ടോ? അതെ, കല്യാണം കഴിച്ചു പോയോ? ഇവൻ തല്ലി വാങ്ങി തരും നമുക്ക്. അതെ, വേഗം നടക്കാം. മക്കളെ, മഴക്കാറുണ്ട് കേട്ടോ, കുറച്ച് വേഗം നടക്കാം. എന്റെ ആ 2 ഓടേ ഉള്ളൂ. പേടിക്കണ്ട മക്കളെ, ഇടി പറ്റിയതാ. അയ്യോ, മഴ പെയ്ത്. മഴ. അയ്യോ, എന്ത് മഴയാണ്. അതെ, മര്യാദ കോട്ടയ്ക്ക് പോയാൽ മതിയായിരുന്നു. മഴ നനയുണ്ടായിരുന്നല്ലോ. മക്കളെ, പേടിക്കണ്ട കേട്ടോ, പയ്യെ അങ്ങ് നടന്നു. ശരിയമ്മ. നശിപ്പിച്ച് കീറി പൊളിച്ച് നാറ്റിക്കോള്. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. എടി, അലറാതെ നടക്കടി അങ്ങോട്ട്. എടി, അർജുനം പത്തി അടിയടി. ഇടി വെട്ടില്ല. പട്ടി ഓളിയിട്ടുള്ള കാര്യം നടക്കടി അങ്ങോട്ട്. ഈ 2 എണ്ണത്തിനെ കൊണ്ട് നടന്ന് ഞാൻ നനഞ്ഞ് ചീഞ്ഞു. എന്റെ കാര്യം കേൾക്കാണ്ടായി. ഹായ്, മണ്ണിന്റെ മണം. എന്റെ പൊന്നും, ഒരു രക്ഷയില്ല. ഈ ചെളിയുടെ മണമായിരിക്കും. അതിന് ഞാൻ മോങ്ങലൊന്ന് നിർത്ത്. ഇടവപ്പാടി കുറച്ച് നേരത്തെയാ. ഒരു കാർന്നോരി. ചെളി. എന്താ ഇത്, കളിമണ്ണാടി? എന്തായാലും ചെളി തന്നെയല്ലേ. ഇപ്പൊ നിന്റെ കാലിലും കളിമണ്ണ്, തലയ്ക്കകത്തും കളിമണ്ണ്.
കാര്യമല്ലേ പറഞ്ഞേ? ചേച്ചി മഴയൊന്നും നോക്കൂല, ഞാൻ അവിടെ പിടിച്ച് തള്ളിയിടും. തള്ളാൻ നീങ്ങി വാ, അപ്പൊ ആഹാ കുറച്ച് കൂടുന്നുണ്ട്. പാറു, ഇനി നല്ല വേനെടുത്ത് ഞാൻ നല്ല നിനക്ക് തരും. അയ്യടാ, ഇവിടെ ആരും കുളയൂടി നടക്കട്ടെ. എന്റെ പൊന്നോ, ഏത് നേരത്താണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി പോരാൻ തുടങ്ങിയ ഉള്ള മഴയെ നനയിപ്പിച്ച് ആളാ കൂട്ടങ്ങൾ കൊടുക്കാൻ ഈ രണ്ടെണ്ണം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്, ഒരു വടി എടുത്തിട്ട് വരാം. ചേച്ചി ഓടിക്കോ, നിക്കടി ഞാനും കൂടി. ആഹാ എന്തൊരൊത്തൊരുമ, ഇനി ഞാനായിരിക്കും അടി കൊള്ളാൻ പോകുന്നത്. എടി നാരായണിയായി, മഴയത്ത് നീ എന്തെടുക്കും അവിടെ? ഞാൻ കുറച്ച് തുളസി പറിച്ചതാ ചേട്ടാ. നിനക്കൊരു കൊടയെടുത്തൂടേടി, ഈ മഴ മൊത്തം നനയേണ്ട കാര്യമുണ്ടോ? ഇന്നോ ഇന്നലെ തുടങ്ങിയ മഴയൊന്നും അല്ലല്ലോ, ഞാനിത് കൊള്ളാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയേ. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഉത്തരം. അല്ല ചേട്ടൻ പോയിട്ട് വന്നോ, അമ്പലത്തിൽ പോയിട്ട് വന്നോ? നല്ല മഴയല്ലേ, പെട്ടെന്ന് നിങ്ങൾ പോന്നു. കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇന്ന് വിരുന്നുകാരുണ്ട് ഉറപ്പാ. ഈ മഴയൊക്കെ ആര് കയറി വരാനാ? ചുമ്മാ ഒരു അന്ധവിശ്വാസങ്ങൾ. അത് നേരെ ഇങ്ങോട്ടൊക്കെ ആര് വരാനാ? ചേട്ടാ ഞാൻ പോയി ചായ ഇടാം. ചായ മാത്രം ആക്കണ്ട, എന്തെങ്കിലും കണക്കിലെടുത്തോ. അല്ല ആരിത്? ഏ പൊന്നെ, ഇത് എവിടെയായിരുന്നു? അയ്യോ മാളു പാറു, ഇതെന്താ ഒരു മുന്നറിയിപ്പുണ്ടായില്ലല്ലോ. അയ്യോ അടാ, കേറി വാ മക്കളെ, കേറി വാ. ആസുമോനെ, ഇവര് എന്ന് ഫോൺ വിളിക്കുമ്പോൾ പറയാറുണ്ട് മോനെ പറ്റി. കേറി വാ മോളെ, എന്നാ ഉണ്ട് വിശേഷം? എന്നാ മോളെ ഒന്ന് വിളിച്ചു പറഞ്ഞോ പോലുമില്ലല്ലോ. അമ്മയാണെങ്കിൽ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. കാക്ക വീടിന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പൂപ്പനോട് ആരോ വരുന്നുണ്ടെന്ന്. എന്താ വാസുമോനെ? ആ മോനെ, അത് പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസം. അപ്പോൾ ഈ കാക്ക ഒരു ഫ്ലാറ്റിന്റെ മുന്നിൽ ഇരുന്ന് വിരുന്ന് വിളിച്ചാ ആ ഫ്ലാറ്റിലെ എല്ലാ വീട്ടിലും വിരുന്നുകാര് വരുമോ? അതെന്റെ ഉത്തരം മുട്ടിപ്പോയാ. ഇങ്ങോട്ട് വാ മോനെ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ, അപ്പൊ നിന്റെ സംശയമൊക്കെ മാറൂടാ. നല്ലൊരു സംശയമായിരുന്നു. ആഹാ, എന്ത് വിശാലമായ മഴ. വിശാലമഴയോ? എന്നാ സൂര്യമഴ, സൂര്യമഴ. ആ ചടയും കൊണ്ട് ഇറങ്ങിക്കോളൂ, ഒരു സെൻസും ഇല്ലല്ലോ അവർക്ക്. ഈ മക്കളെ വാ, പരിപ്പോടും ചായ എടുത്ത് വെച്ചേക്കുന്നു. പരിപ്പോടും ചായയോ? എന്താ വാസുമോന് ഇഷ്ടമല്ലേ ഇത്? എന്ത് ചോദ്യാമ്മ? മഴ, പരിപ്പുവട, ചായ, നല്ല ക്ലാസിക് അന്തസ്. ഒരു പ്രകൃതിവാദി വന്നേക്കുന്നു. പിന്നെ അങ്ങനെയാവണ്ടേ, ഈ നാട്ടിൻപുറത്തിന് മഴ കണ്ടിട്ട് എത്ര നാളായി. അയ്യോടാ പാവം, മോന്റെ അമ്മൂമ്മയ്ക്ക് അപ്പൊ എവിടെയാ? അമ്മൂമ്മ കുറച്ച് മോഡേൺ അമ്മൂമ്മ, മോഡേൺ ചിന്താഗതിയായോണ്ട് ഫ്ലാറ്റിലായിരുന്നു ജീവിതം മൊത്തം. അയ്യോടാ, മക്കൾക്ക് അപ്പൊ എവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ ഗ്രാമവും ഈ പച്ചപ്പും ഒക്കെ കാണാനല്ലേ ഈ വാസു ഇന്ന് എത്തിയത്. എന്താ പറഞ്ഞോ? പിന്നെന്താ, ഇവിടെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു വാസുമോന്? അതെ അമ്മൂമ്മ, കൊറേ ഉണ്ട്. പൊളിക്കാൻ കൂടെ സമയം എടുക്കും. എന്തുവാ? അല്ല, അടിച്ചു പൊളിക്കാനേ കുറച്ച് സമയം എടുക്കുന്നു. മോനെല്ലാം കണ്ട് പയ്യെ പോയാ മതി കേട്ടോ. ശരി അമ്മൂമ്മ, ഇന്നല്ല അമ്മൂമ്മ, വീട്ടിലൊരെണ്ണുണ്ട്. രാമനാമം ജപിച്ച് ഇതുപോലെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. കോമിക്ക് ബുക്കും വായിച്ച് സ്പൈഡർമാനും കൊണ്ട് ഇരിപ്പുണ്ട്. അതാരുവാ മോനെ, സ്പൈഡർ മോൻ? അതൊക്കെ സൂപ്പർ ഹീറോസ് അമ്മൂമ്മ, പയ്യെ പറഞ്ഞു തരാം. പക്ഷെ രാമനാമം ജപിച്ചോടെ ഇരുന്നോണം. ആയിക്കോട്ടെ മോനെ. അപ്പൊ എങ്ങോട്ടായി മഴയത്ത്? മക്കളെ പശുവിനെ അഴിച്ചേട്ടാ മറന്നുപോയി, അപ്പൊ കഴിച്ചു കയറ്റിട്ട് വരാട്ടോ. അതിനിവിടെ പശുണ്ടോ? 3 പശുണ്ട്. ഓ മൈ ഗോഡ്, പൊളി വൈബ്. എന്ത് പശുവോ? നീ ഒന്നും മിണ്ടാതിരുന്നേടി, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മഴ മാറി വരുന്നുണ്ട്. മക്കളെ വാട്ടോ, പുറത്തോട്ടൊന്നും പോകല്ലേ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി. ആഹാ, മണ്ണിന്റെ മണമുള്ള കവിതകൾ. നിനക്കെന്താടാ ഗ്രാമം ഇത്ര ഇഷ്ടം? നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും. നാളെ രാവിലെ എണീറ്റ് റബ്ബർ വെട്ടാൻ പോണം. അതിനിവിടെ റബ്ബറില്ലല്ലോ, കുറെ തെങ്ങുണ്ട്, വേണമെങ്കിൽ കയറിക്കോ. ഓ റബ്ബറില്ലേ? വൈകുന്നേരം കുളത്തിൽ മുങ്ങി കുളിക്കണം. വലിയ ചന്ദനാദി എണ്ണ കിട്ടുമോ? നെല്ലിക്കത്താളം തന്നെ വേണ്ടി വരും. അതായാലും മതി. താരന് ബെസ്റ്റാണ്. ചെക്കൻ്റെ കിളിവായെന്ന് തോന്നുന്നു. ഞാൻ പോയി അപ്പൂപ്പനെ പശുവിനെ കറക്കാൻ സഹായിച്ചിട്ട് വരാം. ഒരു 6 ലിറ്ററെങ്കിലും ഇത്തോടെ എടുക്കണം. കളർ വന്നിട്ട് ജേഴ്സി പശുവാന്ന് തോന്നുന്നു.
ചേച്ചി ഇവൻ പണിയാവോ? ആന്ന് തോന്നണുണ്ടടി. സ്കൂൾ ഇറക്കുമ്പോ വന്നാ മതിയായിരുന്നു. അതിനെവിടെയാ പശു? അമ്മച്ചാ, അമ്മച്ചാ. എന്നെ വിളിക്കോ? ഇവക്ക് എന്നെ അറിഞ്ഞൂടാ. ഇടിച്ച് പപ്പടാക്കും ഞാൻ. ഡാ വേണ്ട, കിട്ടിയത് പോലെ തൽക്കാലത്തേക്ക് ക്ഷമിക്കാലേ. അതായിരിക്കും നല്ലത്. പരിചയമില്ലാത്തോണ്ടാ. ഇണങ്ങി കഴിഞ്ഞ അവള് പാവാ. അതായിരുന്നോ? ഹായ് പശു, ഞാൻ വാസു, 5B ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂൾ നടത്തറ. യുവർ ഗുഡ് നെയിം പ്ലീസ്? ബേ, നല്ല പേര്. ഇവിടുത്തെ പുല്ലൊക്കെ എങ്ങനെയാ? ജ്യൂസി ആൻഡ് ടെൻഡറി ആണോ? പിന്നെയും ബേയാ? ആളത്ര ഫ്രണ്ട്ലി അല്ല. തന്ന വൈബ്. കുറച്ചുമ്പോ പരിചയപ്പെട്ടത് പോലെ. എന്നാ ഇനി നാളെ പരിചയം പുതുക്കാൻ വരാവേ. ബൈ ബൈ ബേ പശു. ഇതുവരെ ഇനി വേറെ ഐറ്റം ചവിട്ടി കൊന്നേനപ്പ. എന്തിനാ? ഒന്ന് പരിചയപ്പെട്ടിരിക്കാനാ. വെറുതെ ഇടികൊള്ളണ്ടല്ലോ. വാ പോയി ചായ കുടിക്കാം. ചായ കൈപോയ കാവടിയാട്ടം. അമ്മമ്മേ, കനത്തിൽ എന്തെങ്കിലും ഒന്ന് എടുക്ക്. നല്ല വിശപ്പുണ്ട്. കനത്തിലൊന്ന് കിട്ടിയില്ലേ? അതുപോലെ. അത് പരിചയക്കുറവില്ല. അപ്പൊ പോയി പാലിനൊക്കെ ഇപ്പൊ എന്താ വില? നമ്മള് പാല് കൊടുക്കാറില്ല വാസുമോനെ, ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാറുള്ളൂ. വലിയ മെച്ചൊന്നുമില്ലല്ലേ? പശുവിനെക്കാളും നല്ലൊരു പാടാ പൂപ്പ. നമുക്കേ ഇവറ്റകളൊക്കെ കൊടുത്തിട്ടേ കുറച്ച് ആടിനെ വാങ്ങാം. ഇവറ്റകൾ അത്ര ഫ്രണ്ട്ലി അല്ല. ആടാകുമ്പോ ഇച്ചിരി പിണ്ണാക്ക്, ഇച്ചിരി കാലിവെള്ളം അതങ്ങ് കൊടുത്താലേ പാല് ശറപറേന്ന് കിട്ടൂലേ? ആലോചിക്കാടോ മോനെ. മക്കളെ വാ, കപ്പയും മീൻകറിയും കഴിക്കാം. മഴ, കപ്പ, മീൻകറി, ചായ. തുടങ്ങി. പിസയും ബർഗറൊക്കെ വലിച്ചു കയറ്റുന്ന നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഇനി എത്ര വലിയ കമ്മട്ടം കൊണ്ട് തൂക്കിയാലും കപ്പയുടെ തട്ട് താന്നിരിക്കും. നല്ലോണം കഴിക്കൂ വാസുമോനെ. അമ്മമ്മേ, നാളെ രാവിലെ എനിക്ക് പഴങ്കഞ്ഞി മതി. നീ കൊള്ളാലോട്ടാ. ആ ശരി, പഴങ്കഞ്ഞിയും മോരും ഇന്നത്തെ കപ്പയും കാലായി അച്ചാറും കൂടി തരാം. പഴങ്കഞ്ഞിയോ? ഇവനെ കൊണ്ടുവന്നേ അടുത്തായി. മക്കളെ ഉച്ചക്ക് പൊതിച്ചോറും തരാം. പൊതിച്ചോറോ? അതെന്താണ്? ആ വാസുമോനെ, ഒരു വാഴയില നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അതിൽ കുറച്ച് എണ്ണ തേച്ച് ഈലിട്ടങ്ങ് വാട്ടിയെടുക്കും. ഇല അങ്ങോട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലോട്ട് നല്ല പുത്തരിച്ചോറ് അങ്ങോട്ട് ഇടും. 2 മുരിഞ്ഞ ചാല വറുത്തത് കൂടി അങ്ങോട്ട് വെച്ചു. കുറച്ച് കടുമാങ്ങാച്ചാറും 2 മുട്ട പൊരിച്ചതും കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി അങ്ങ് വെക്കും. പിന്നെ എന്തെങ്കിലും മെഴുക്കുവരട്ടും കൂടിയിട്ട് അതങ്ങ് കെട്ടി വെക്കും. എന്നിട്ടൊരു 2-3 മണിക്കൂർ അതങ്ങ് വെക്കും. അപ്പോഴേക്കും ആ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങും. ഒരു ഉച്ചകൂടിന്റെ സമയമാകുമ്പോൾ അതങ്ങ് തുറന്ന് ഒരു മണങ്ങ വരും. അതങ്ങ് ശ്വസിച്ചിട്ട് കുറച്ച് മീൻകറിയും കൂടി അങ്ങോട്ട് ഒഴിച്ച്. മനുഷ്യരെ കൊതിപ്പിക്കാനായിട്ട് ഇത്രയും നാളും ഞാൻ ഇവിടെ വരാതിരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി ശിഷ്ടകാലം ഇവിടെ കൂടാം. ഞാനിപ്പോ വരാമേ. ഹലോ, സിറ്റി അമ്മയല്ലേ? ഇനി എനിക്കൊരു തിരിച്ചുവരവ് ഉണ്ടായില്ല, അത് പറയാൻ വിളിച്ചതാ.